ഇംഗ്ലീഷിനൊരു പ്രത്യേകതയുണ്ട്. വളരെ കുഞ്ഞു വാക്കുകൾ കൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് സംസാരിക്കാൻ കഴിയും. ഇന്ന് നമുക്ക് അത്തരത്തിലൊരു ക്ലാസ് ആയാലും ഞാൻ പോകാമെന്നൊക്കെ അല്ലേ, അത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം. ഷാൾ, SHALL, ഷാൾ ഉപയോഗിക്കുമ്പോൾ ആ സെൻറ്റൻസുകൾക്ക് നമുക്ക് നമുക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് അത് കാണിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഞാൻ പോകാം, ഞങ്ങൾ പോകാം എന്നൊക്കെ പറയുന്ന പോലെ. അതായത് ഞാൻ പോകാം, ഞാൻ ഐയാണ്, പോകുക എന്നത് ഗോയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ പോകാം എന്ന് പറയുമ്പോൾ ആ ഗോയ്ക്ക് മുന്നിലായിട്ട് ഷാൾ ഉപയോഗിക്കുക. ഐ ഷാൾ ഗോ. ഓക്കെ, ഞങ്ങൾ പോകാം, വി ഷാൾ ഗോ. ഞാൻ വരാം, ഐ ഷാൾ കം. ഞങ്ങൾ വരാം, വി ഷാൾ കം. അപ്പം ഇങ്ങനെ ഒരു ചെറിയ സെൻറ്റൻസ് ആയിട്ട് വലിയ കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അപ്പം ഞാൻ വരാം എന്ന് പറയുന്നത് ഞാൻ വരില്ല എന്നാണെങ്കിലോ, എനിക്ക് വരാൻ പറ്റില്ല എന്നാണെങ്കിൽ ഐ ഷാൽ നോട്ട് കം, എനിക്ക് വരാൻ കഴിയില്ല എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ വി ആണെങ്കിലും വി ഷാൽ നോട്ട് കം. ഓക്കെ, ഇങ്ങനെ ഐ, വി എന്നിവയോടൊപ്പമാണ് നമ്മൾ ഷോൾ ഉപയോഗിക്കുന്നത് എന്ന് എപ്പോഴും ഓർക്കുക. എന്നാൽ ഈ ഷോള് ഐ ഷാൽ ഗോ എന്നുള്ളതിന് പകരമായി അത് ഷാൽ എന്നത് ആദ്യം വരുമ്പോൾ എന്ത് മാറ്റമാണ് അവിടെ വരുന്നതെന്ന് നോക്കുക. ഷാൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചില സഹായങ്ങൾ ചെയ്യട്ടെ എന്ന് ചോദിക്കാം, ചില നിർദ്ദേശങ്ങൾ വെക്കാം, ചില ഉപദേശങ്ങൾ പറയാം, ചില വാഗ്ദാനങ്ങൾ പറയാം. ഇവിടെയൊക്കെ അതായത് പ്രോമിസ്, സജഷൻ, അത് അഡ്വൈസ്, അങ്ങനെയുള്ള ഓഫേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് ഷാൾ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നമ്മൾ പറയാണ്, ഞാൻ ഏത് പുസ്തകമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതെന്താണ്, അതൊരു അഡ്വൈസിന് വേണ്ടിയല്ലേ ചോദിക്കുന്നത്, ഏത് പുസ്തകം തിരഞ്ഞെടുക്കണമെന്ന്. അപ്പം നമുക്ക് പറയാം, ഇപ്പം ഏത് പുസ്തകമാണ്, ഏതാണ് എനിക്ക് പറ്റിയതെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ ഏത് കാറാണ് ഞാൻ വാങ്ങേണ്ടത്, വിച്ച് കാർ ഷാൽ ഐ ബൈ, വിച്ച് ടെക്സ്റ്റ് ഷാൽ ഐ ബൈ. ഇങ്ങനെ നമുക്ക് ഒരു ഉപദേശം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തെ പറ്റി നമുക്ക് ചോദിക്കാം. അതുപോലെ ഒരു സഹായം ചെയ്യണമെങ്കിൽ ഷാൽ ഐ പോസ്റ്റ് ദീസ് ലെറ്റേഴ്സ്, ഞാൻ ഈ ലെറ്റർ പോസ്റ്റ് ചെയ്ത് സഹായിക്കട്ടെ എന്നാണ് ചോദിക്കുന്നത്. അവിടെ ഐ ഷാൽ പോസ്റ്റ് ദീസ് ലെറ്റേഴ്സ് എന്നതിനെ, ഞാൻ ഈ ലെറ്റർ പോസ്റ്റ് ചെയ്യാം എന്നതിനെ ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിക്കാനായിട്ട് ഷാൽ ഐ പോസ്റ്റ് ദീസ് ലെറ്റേഴ്സ്. എന്നാലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു സജഷൻ പറയാണ്, ഞാൻ നിന്നോടൊപ്പം വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഷാൽ ഐ കം വിത്ത് യു. ഓക്കെ, ഷാൽ ഐ കം വിത്ത് യു. അപ്പം നിന്നോടൊപ്പം വരട്ടെ എന്ന് ചോദിക്കാനായിട്ടും നമുക്ക് ഷാളിനെ ഇങ്ങനെ യൂസ് ചെയ്യാം. അപ്പം ഇങ്ങനെ യൂസ് ചെയ്യുമ്പം ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഐയോടൊപ്പവും വിയോടൊപ്പം മാത്രമേ നമ്മൾ ചേർക്കാറുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത് സാധാരണ സന്ദർഭങ്ങളിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ സിമ്പിളായ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇപ്പോൾ നടത്തുന്നത്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക, അത് മറക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഷോൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു എക്സർസൈസാണ് ഇനിയുള്ളത്. നമ്മളിപ്പോൾ ആ എക്സർസൈസുകളെല്ലാം നിങ്ങൾ കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുക. അതുപോലെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ നമുക്ക് എക്സസൈസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ ഈ ജനൽ തുറക്കട്ടെയോ, ഞാൻ ഈ ജനൽ തുറക്കട്ടെയോ, ഞാൻ നിന്നോടൊപ്പം പാടട്ടെയോ, ഞാൻ നിന്നോടൊപ്പം പാടട്ടെയോ. തേർഡ് ക്വസ്റ്റ്യൻ, ഞാനും സ്കൂളിൽ വരാം, അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ വരാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുക. ഡൗട്ട്സ് ഉള്ളവരും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങളിൽ നിന്ന് തീർക്കാനുണ്ടാകും. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റിനും നിങ്ങൾ മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്. ഞാൻ പോകാമെന്നൊക്കെ അല്ലേ, അത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം. ഷാൾ, SHALL, ഷാൾ ഉപയോഗിക്കുമ്പോൾ ആ സെൻറ്റൻസുകൾക്ക് നമുക്ക് ചെയ്യാനുള്ള ഒരു
മനസ്സ്, അത് കാണിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഞാൻ പോകാം, ഞങ്ങൾ പോകാം എന്നൊക്കെ പറയുന്ന പോലെ. അതായത് ഞാൻ പോകാം, ഞാൻ ഐയാണ്, പോകുക എന്നത് ഗോയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ പോകാം എന്ന് പറയുമ്പോൾ ആ ഗോയ്ക്ക് മുന്നിലായിട്ട് ഷാൾ ഉപയോഗിക്കുക. ഐ ഷാൾ ഗോ. ഓക്കെ, ഞങ്ങൾ പോകാം, വി ഷാൾ ഗോ. ഞാൻ വരാം, ഐ ഷാൾ കം. ഞങ്ങൾ വരാം, വി ഷാൾ കം. അപ്പം ഇങ്ങനെ ഒരു ചെറിയ സെൻറ്റൻസ് ആയിട്ട് വലിയ കാര്യങ്ങളെ നമുക്ക് പറയാൻ കഴിയും. അപ്പം ഞാൻ വരാം എന്ന് പറയുന്നത് ഞാൻ വരില്ല എന്നാണെങ്കിലോ, എനിക്ക് വരാൻ പറ്റില്ല എന്നാണെങ്കിൽ ഐ ഷാൽ നോട്ട് കം, എനിക്ക് വരാൻ കഴിയില്ല എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ വി ആണെങ്കിലും വി ഷാൽ നോട്ട് കം. ഓക്കെ, ഇങ്ങനെ ഐ വി എന്നിവയോടൊപ്പമാണ് നമ്മൾ ഷോൾ ഉപയോഗിക്കുന്നത് എന്ന് എപ്പോഴും ഓർക്കുക. എന്നാൽ ഈ ഷോള് ഐ ഷാൽ ഗോ എന്നുള്ളതിന് പകരമായി അത് ഷാൾ എന്നത് ആദ്യം വരുമ്പോൾ എന്ത് മാറ്റമാണ് അവിടെ വരുന്നതെന്ന് നോക്കുക. ഷാൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചില സഹായങ്ങൾ ചെയ്യട്ടെ എന്ന് ചോദിക്കാം, ചില നിർദ്ദേശങ്ങൾ വെക്കാം, ചില ഉപദേശങ്ങൾ പറയാം, ചില വാഗ്ദാനങ്ങൾ പറയാം. ഇവിടെയൊക്കെ അതായത് പ്രോമിസ്, സജഷൻ, അത് അഡ്വൈസ്, അങ്ങനെയുള്ള ഓഫേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് ഷാൾ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നമ്മൾ പറയാണ്, ഞാൻ ഏത് പുസ്തകമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതെന്താണ്, അതൊരു അഡ്വൈസിന് വേണ്ടിയല്ലേ ചോദിക്കുന്നത്, ഏത് പുസ്തകം തിരഞ്ഞെടുക്കണമെന്ന്. അപ്പം നമുക്ക് പറയാം, ഇപ്പം ഏത് പുസ്തകമാണ്, ഏതാണ് എനിക്ക് പറ്റിയതെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ ഏത് കാറാണ് ഞാൻ വാങ്ങേണ്ടത്, വിച്ച് കാർ ഷാൽ ഐ ബൈ, വിച്ച് ടെക്സ്റ്റ് ഷാൽ ഐ ബൈ. ഇങ്ങനെ നമുക്ക് ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തെ പറ്റി നമുക്ക് ചോദിക്കാം. അതുപോലെ ഒരു സഹായം ചെയ്യണമെങ്കിൽ ഷാൽ ഐ പോസ്റ്റ് ദീസ് ലെറ്റേഴ്സ്, ഞാൻ ഈ ലെറ്റർ പോസ്റ്റ് ചെയ്ത് സഹായിക്കട്ടെ എന്നാണ് ചോദിക്കുന്നത്. അവിടെ ഐ ഷാൽ പോസ്റ്റ് ദീസ് ലെറ്റേഴ്സ് എന്നതിനെ, ഞാൻ ഈ ലെറ്റർ പോസ്റ്റ് ചെയ്യാമെന്നതിനെ ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിക്കാനായിട്ട് ഷാൽ ഐ പോസ്റ്റ് ദീസ് ലെറ്റേഴ്സ്. എന്നാലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു സജഷൻ പറയാണ്, ഞാൻ നിന്നോടൊപ്പം വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഷാൽ ഐ കം വിത്ത് യു. ഓക്കെ, ഷാൽ ഐ കം വിത്ത് യു. അപ്പം നിന്നോടൊപ്പം വരട്ടെ എന്ന് ചോദിക്കാനായിട്ടും നമുക്ക് ഷാളിനെ ഇങ്ങനെ യൂസ് ചെയ്യാം. അപ്പം ഇങ്ങനെ യൂസ് ചെയ്യുമ്പം ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഐയോടൊപ്പവും വിയോടൊപ്പം മാത്രമേ നമ്മൾ ചേർക്കാറുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത് സാധാരണ സന്ദർഭങ്ങളിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ സിമ്പിളായ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇപ്പോൾ നടത്തുന്നത്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക, അത് മറക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഷോൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു എക്സർസൈസാണ് ഇനിയുള്ളത്. നമ്മളിപ്പോൾ ആ എക്സർസൈസുകളെല്ലാം നിങ്ങൾ കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുക. അതുപോലെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ നമുക്ക് എക്സസൈസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ ഈ ജനൽ തുറക്കട്ടെയോ, ഞാൻ ഈ ജനൽ തുറക്കട്ടെയോ, ഞാൻ നിന്നോടൊപ്പം പാടട്ടെയോ, ഞാൻ നിന്നോടൊപ്പം പാടട്ടെയോ. തേർഡ് ക്വസ്റ്റ്യൻ, ഞാനും സ്കൂളിൽ വരാം, അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ വരാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുക. ഡൗട്ട്സ് ഉള്ളവരും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾ ഞാൻ തീർക്കാനുണ്ടാകും. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റിനും നിങ്ങൾ മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.